ഹായ്, എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഡോക്ടർ ജസീൽ. പുതിയ വൈറസ് എത്തിയിട്ടുണ്ട് എന്നാണ് പലരും പറയുന്നത്. പുതിയ വൈറസ് എത്തിയിട്ടുണ്ട്, പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വാർത്തകൾ ഷെയർ ചെയ്യുന്നു. ഒരു പുതിയ വൈറസും എത്തിയിട്ടില്ല. പഴയ വൈറസിന് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളതാണ്. നമ്മുടെ ബ്രിട്ടനിൽ, UK പുതിയതായിട്ട് അടുത്തായിട്ട് പഠനങ്ങൾ നടത്തിയപ്പോൾ വൈറസിനകത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് വലിയ മാറ്റമെന്നല്ല, രണ്ട് കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ആ വൈറസിന് വന്ന മാറ്റമെന്ന് പറയുന്നത്, ഒന്ന് കോവിഡ് വൈറസാണ്. ആ വൈറസിന്റെ പ്രോട്ടീനിൽ വന്ന ചില മാറ്റങ്ങൾ, അതുകൊണ്ടുള്ള രണ്ട് വിഷയങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പെട്ടെന്ന് അത് പകരുന്നു എന്നുള്ളതാണ്, പെട്ടെന്ന് ആളുകളിലേക്ക് എത്തുന്നു. രണ്ടാമത്തത്, ഈ വൈറസ് കുറച്ചും കൂടി സമയം നീണ്ടു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ അതൊരു വലിയ മോർട്ടാലിറ്റി ഉണ്ടാക്കുന്നുണ്ട്, അത് വലിയ തരത്തിൽ ആളുകളെ കൊല്ലുന്നുണ്ട് എന്നൊന്നുമില്ല. ആവശ്യമില്ലാത്ത മെസ്സേജുകൾ പരസ്പരം അയച്ചു കൊടുത്തിട്ട്, പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകൾ, നമുക്കറിയാം ഈ കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ പ്രവാസികളായിട്ടുള്ള ആളുകൾ ഒരുപാട് മരണപ്പെട്ടത് കോവിഡ് വന്നിട്ടല്ല, അറ്റാക്ക് വന്നിട്ടാണ്. ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അവർ താമസിച്ചിരുന്ന ബിൽഡിങ്ങിന്റെ മുകൾ നിലയിൽ നിന്ന് ചാടി മരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഭയമുണ്ടാക്കുന്ന വാർത്തകൾ ദയവായിട്ട് ആരും ഷെയർ ചെയ്യരുതെന്നാണ് ആദ്യമേ പറയാനുള്ളത്. ഭയമല്ല നമുക്ക് ആവശ്യം, ഇതിനെ തടഞ്ഞു നിർത്തലാണ്. കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ ഒരുപാട് ഭയന്ന് നടന്നിരുന്നു. ഇപ്പൊ എന്താണ് കോവിഡ് ഇത്രമാത്രം ഇവിടെ വന്നപ്പോഴും നമ്മുടെ അവസ്ഥ നമുക്കറിയാം. അപ്പൊ അതുപോലെയുള്ള ഒരു അവസ്ഥയാണ്, നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ വൈറസിന്റെ മാറ്റത്തെ ഇപ്പൊ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്, 5 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിനുള്ള ഈ വൈറസിന്റെ, പ്രത്യേകിച്ച് വൈറസ് ആളെ കൂടുതലായിട്ട് കൊല്ലുന്ന വൈറസോ അല്ലെങ്കിൽ ആളുകളെ പറ്റി തകർക്കുന്ന വൈറസൊന്നുമല്ല. പഴയ വൈറസിനേക്കാൾ കൂടുതലായിട്ട് അതിനകത്ത് സ്പ്രെഡിങ്ങിനുള്ള ട്രാൻസ്മിസിബിൾ ആണ് കൂടുതലായിട്ട്. അത് ആളുകളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അത് പകരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു വിഷയമാക്കി എടുക്കുക, അതിനുവേണ്ട പ്രിവെൻഷൻസ്, പ്രതിരോധങ്ങൾ ശ്രദ്ധിക്കുക എന്നല്ലാതെ, ഭയം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് മനുഷ്യനെ തകർത്ത് കളയും. ഏത് രോഗത്തിനും നമുക്കറിയാം. ഇപ്പോൾ ഒരു ക്യാൻസർ ആണെങ്കിൽ ആ ക്യാൻസർ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കാണാം പെട്ടെന്ന് ആ വ്യക്തി മരിച്ചു പോകും. എന്താ പറഞ്ഞാൽ മാനസികമായിട്ട് ആൾ തകർന്നിട്ട് ആളുകൾ അനുകമ്പയോട് നോക്കുമ്പോൾ ആൾ മാനസികമായി തകർന്ന് താഴെത്തട്ടിലേക്ക് പോയി അത് പിന്നെ കാർഡിയാക് ഫെയിലിയർ ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല സജ്ജരായിട്ട് നിൽക്കുക, എല്ലാവരും സുസജ്ജരായിട്ട് നിൽക്കുക, സുശക്തരായിട്ട് നിൽക്കുക, പരസ്പരം സ്നേഹം കൈമാറുക, വീട്ടുകളിൽ നിന്നുള്ള നല്ല വാർത്തകൾ പരസ്പരം കൈമാറുക, ഭയപ്പെടുത്തുന്ന വാർത്തകൾ ഒന്നും പരസ്പരം കൈമാറരുത്, നല്ല മാനസിക സപ്പോർട്ട് കൊടുക്കുക. നമുക്ക് തന്നെ അറിയാം, ഈ കോവിഡിന്റെ സമയത്ത് ഒരുപാട് ആളുകൾ എത്രത്തോളം പ്രയാസത്തിലായി എന്നുള്ളത്. കാരണം മാനസികമായ സപ്പോർട്ട് കൊടുക്കാൻ നമ്മൾ വളരെ വിമിഷ്ടരായിരുന്നു. ചൈനക്കാരോട് നമ്മൾ വലിയ അവഗണന വരെ കാണിച്ചിരുന്നു. ഇന്നിപ്പോൾ അത് UK കാണിക്കരുത് എന്നാണ് ആദ്യമേ പറയാനുള്ളത്. നമ്മളെ കോളനിവൽക്കരിച്ച രാജ്യമാണെങ്കിൽ പോലും ഒരു രോഗം വരുന്ന സമയത്ത് അവരെ നമ്മൾ ഒറ്റപ്പെടുത്തരുത്. അപ്പോൾ അവരെ ചേർത്ത് നിർത്തണം, എല്ലാവരും ചേർന്ന് നിൽക്കണം. ജാതിമത വർണ്ണ ദേശ വ്യത്യാസമില്ലാതെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ പ്രതിരോധ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അത് നമുക്കറിയാം. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവും. രണ്ട്, വൈറസ് കുറച്ചും കൂടി നമ്മുടെ ശരീരത്തിൽ മറ്റുള്ള വൈറസ് നെഗറ്റീവ് ആയതുപോലെ, നമുക്ക് കോവിഡ് നെഗറ്റീവ് കാണിക്കുന്ന പോലെ പെട്ടെന്ന് നെഗറ്റീവ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ആ അഫെക്ഷൻ വന്നാലും കുറച്ചും കൂടി നമ്മൾ കെയർ ചെയ്യുക. നമ്മൾ പിന്നെ മറ്റുള്ള ആവി പിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, വിറ്റാമിൻസ് ഉള്ള ഭക്ഷണങ്ങൾ, പ്രതിരോധമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾ പരസ്പരം സ്നേഹം കൈമാറുക. വീട്ടിൽ നിന്നൊക്കെ വിളിച്ച് നല്ല വാക്കുകൾ പ്രവാസ ലോകത്തിരിക്കുന്ന ആളുകളോട് ദയവായിട്ട് പറയുക. ഭയപ്പെടുത്തുന്ന മെസ്സേജ് എവിടുന്നെങ്കിലും വാട്സപ്പിൽ കിട്ടിയാൽ അതൊക്കെ ആളുകളുടെ സൃഷ്ടിയാണ്. ഭയപ്പെടുത്തുന്നത് ഓവറായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. നമുക്കന്നെ ഈ കോവിഡിന്റെ കാര്യം തന്നെ നമ്മൾ ആലോചിച്ചാൽ മതി. എന്തെല്ലാം സാഹസികമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഡ്രോണ് കണ്ടിട്ട് പശു കയറ് പൊട്ടിച്ച് ഓടുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ പാടത്തും കൂടി ഓടുന്നുണ്ടായിട്ടുണ്ട്. ആളുകൾ എത്രയോ അടി കിട്ടിയിട്ടുണ്ട്. പ്രായമായ ആളുകൾക്ക് സാധനം വാങ്ങിക്കാൻ അങ്ങാടിയിൽ പോയതിന്റെ പേരിൽ അടി കിട്ടിയ പാടുകൾ നമ്മൾ എത്രയോ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു 8 മാസം മുന്നത്തെ ചിത്രം മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ്, നമ്മൾ മാനദണ്ഡങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ വേണ്ട ജാഗ്രതകൾ പുലർത്തുക. ഭയപ്പെടുത്തുന്ന ഒന്നും യാതൊരു തരത്തിലും ഷെയർ ചെയ്യരുത്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഈ അവസ്ഥയെ ചെറുക്കും. അതിനുള്ള ശക്തി മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഉണ്ടാക്കിയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി. ഡോക്ടർ ജസീൽ. ജയ് ഹിന്ദ്. മറ്റു പ്രത്യേകിച്ച് ഇനി സിംറ്റംസ് ചോദിക്കുന്നുണ്ട്. വേറെ ലക്ഷണങ്ങളൊന്നുമില്ല, അതുകൂടി പറയാം. ഇതേ ലക്ഷണങ്ങൾ തന്നെയാണ് അവർക്കുള്ളത്. പനിയുണ്ട്, അതുപോലെ തന്നെ തൊണ്ടവേദന ഉണ്ട്, സ്മെല്ല് പോകുന്നുണ്ട്, രുചി പോകുന്നുണ്ട്. നമ്മുടെ പഴയ കോവിഡിന്റെ ലക്ഷണങ്ങൾ, അതിലപ്പുറം ഒരു ലക്ഷണവും ഇല്ല. പിന്നെ മോർട്ടാലിറ്റി, പെട്ടെന്ന് കൂടുതൽ ആളുകൾ മരിക്കുന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള വാർത്തകളൊന്നും പറഞ്ഞ് പേടിപ്പിക്കേണ്ട, അങ്ങനൊന്നും ചെയ്യപ്പെട്ടിട്ടില്ല.
കൺക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അനാവശ്യമായിട്ട് ഭയപ്പെടുത്തുന്ന മെസ്സേജ്, കാരണം അറ്റാക്ക് ആയിട്ടാണ് കൂടുതൽ ആളുകൾ മരണപ്പെട്ടു പോകുന്നത്. അത് ഓർമ്മയിലുണ്ടായിക്കൊള്ളട്ടെ. ഇതിന് ആകെ ഈ വൈറസിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകളിലേക്ക് പകരുന്നുണ്ട്. രണ്ടാമത് അത് കൂടുതൽ സമയം ആളുകളിൽ ഇരിക്കുന്നുണ്ട്. അത്രയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ കോവിഡ് വന്ന ആളുകൾക്ക് തന്നെ അറിയാം, ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന കോവിഡിൽ നിന്ന് അതിനെ പൊരുതി വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അറിയാം, സിമ്പിളായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ മാനസികമായിട്ട് അത് പ്രിപ്പയർഡ് ആവുക, ശാരീരികമായിട്ടുള്ള ശ്രദ്ധയും വരുത്തുക. വേറെ ലക്ഷണങ്ങളൊന്നും അഡീഷണൽ ആയിട്ടില്ല. ഒരു സുഹൃത്ത് സംശയം ചോദിച്ചതുകൊണ്ട് വീണ്ടും പറയുകയാണ്. ഓക്കെ, താങ്ക് യു.